ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട 3 പുരസ്കാരങ്ങളാണ്. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, പത്മപ്രഭ പുരസ്കാരം കേട്ടോ. കോഡുകളൊക്കെ വെച്ച് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ 3 പുരസ്കാരങ്ങളും പഠിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് ചാനലിൽ ജോയിൻ ചെയ്യുക. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത് 1993 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് കേട്ടോ. ആദ്യ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് 1993 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക ചോദിച്ചാൽ അത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. 2017 മുതലാണ് 5 ലക്ഷം രൂപയായിട്ട് സമ്മാന തുക ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക ചോദിച്ചാൽ അത് 5 ലക്ഷം രൂപയാണ്. 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. 2021 പി വത്സലയ്ക്കാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ്. 2022 സേതു, 2023 SK വസന്തൻ. 2021 പി വത്സല, 2022 സേതുവിനാണ്, 2023 SK വസന്തനാണ്. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് പറയാം. അപ്പോൾ എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛൻ എന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തോ എഴുതാൻ പറയുകയാണ്. നമ്മുടെ കോഡ് എന്താണ്? എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ എന്തോ എഴുതാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ എന്ത് പറയുകയാണ്? മകളോട് വാത്സല്യത്തോട് കൂടിയിട്ട് എന്ത് പറയാണ്? മകളോട് വാത്സല്യത്തോട് കൂടിയിട്ട് സേ പരീക്ഷ എഴുതാൻ പറയുകയാണ് കേട്ടോ. മകളോട് വാത്സല്യത്തോട് കൂടിയിട്ട് സേ പരീക്ഷ എഴുതാൻ പറയുകയാണ്. അപ്പോൾ മകൾ അച്ഛനോട് എന്താ പറയുന്നത്? അച്ഛ, എനിക്ക് അത്ര അന്തമൊന്നുമില്ല അല്ലേ, എനിക്ക് അത്ര അന്തമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് എഴുതുന്നില്ല? സേ പരീക്ഷ എഴുതുന്നില്ല. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുമ്പോൾ അച്ഛൻ എന്തോ എഴുതാൻ പറയുകയാണ് എന്ന് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരിക. അപ്പോൾ എന്താ എഴുതാൻ പറയുന്നത്? അച്ഛൻ വാത്സല്യത്തോട് കൂടിയിട്ട് മകളോട് സേ പരീക്ഷ എഴുതാൻ പറയുകയാണ്. അപ്പോൾ വാത്സല്യം എന്നതിൽ നിന്ന് പി വത്സല കണക്ട് ചെയ്ത് വെക്കാം. സേ പരീക്ഷ എന്നതിൽ നിന്ന് സേതുവിനെയും കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ മകൾ എന്താ അച്ഛനോട് പറയുന്നത്? അച്ഛ, എനിക്ക് അത്ര അന്തമൊന്നുമില്ല അല്ലേ. അന്തം എന്നതിൽ നിന്ന് SK വസന്തനും കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പോൾ 2021 പി വത്സലയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2022 സേതു, 2023 SK വസന്തനാണ്. നെക്സ്റ്റ് നമുക്ക് വയലാർ അവാർഡ് നോക്കാം കേട്ടോ. വയലാർ അവാർഡ് നൽകി തുടങ്ങുന്നത് 1977 വയലാർ അവാർഡ് നൽകി തുടങ്ങുന്നത് 1977 77 ലളിതാംബിക അന്തർജനത്തിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനമാണ് കേട്ടോ. അവരുടെ അഗ്നിസാക്ഷി എന്ന വർക്കിനാണ് 1977 വയലാർ അവാർഡ് ലഭിച്ചത്. പ്രഥമ വയലാർ അവാർഡ് ജേതാവ് ചോദിച്ചാൽ അത് ലളിതാംബിക അന്തർജനമാണ്. അവരുടെ അഗ്നിസാക്ഷി എന്ന വർക്കിനാണ്. 2021 വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനാണ്. ബെന്യാമിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന വർക്കിനാണ്. 2022 S ഹരീഷ് മീഷ എന്ന വർക്കിനാണ്. 2023 ശ്രീ കുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന വർക്കിനാണ് അവാർഡ് ലഭിച്ചത്. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പം വയലാർ അവാർഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്ത് കണക്ട് ചെയ്ത് വെക്കാം? വയൽ പ്ലസ് ആറ്. വയലാർ എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്തൂടെ? വയൽ പ്ലസ് ആറ്. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ അല്ലേ വെള്ളം കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പോൾ വെള്ളത്തിൽ എന്തുണ്ടാവും? 6 എന്തുണ്ടാവും? മീൻ ഉണ്ടാവും അല്ലേ. 6 എന്തുണ്ടാവും? മീൻ ഉണ്ടാവും. എന്ത് മീനാ? മാന്തൾ മീനില്ലേ, മാന്തൾ.
കണക്ട് ചെയ്ത് വെച്ചൂടെ. അപ്പം മാന്തൾ എന്നതിൽ നിന്ന് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ വയലാർ അവാർഡ് എന്ന് പറയുമ്പോൾ വയൽ പ്ലസ് ആറ്, ആറിൽ എന്തുണ്ട്? മീനുണ്ട്. മീൻ എന്നതിൽ നിന്ന് ബെന്യാമിൻ കണക്ട് ചെയ്ത് വെക്കാം. എന്ത് മീനാ? മാന്തൾ മീനാണ് അല്ലേ. അപ്പോൾ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നും നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ വയൽ എന്നില്ലേ, 6 പ്ലസ് വയലല്ലേ. അപ്പോൾ ഇവിടെ വയലില്ലേ, വയലിൽ എന്താ കൃഷി ചെയ്യുന്നത്? അരിയാണ്. വയലിൽ അരിയാണ്. 6ൽ മീനാണ്, വയലിൽ അരിയാണ്. അരിക്ക് എന്താണ്? ഒരു പശപശപ്പ് ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അരിക്ക് എന്താണ്? ഒരു പശപശപ്പ് ഉണ്ടാവും എന്നോർത്താൽ ഹരീഷ് മീഷ. ഹരീഷിൻ്റെ മീഷ എന്ന വർക്കിനാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചത്. 21 ബെന്യാമിൻ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 22 ഹരീഷ് മീഷ എന്ന വർക്കിനാണ്. ഇനി 23 ശ്രീ കുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന വർക്കിന്. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പോൾ വയലും ആറൊക്കെ കണക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതൊക്കെ നോക്കി നടത്താൻ ആരുണ്ടാവും? ഒരു കുമാരനുണ്ട് എന്നോർത്താൽ മതി കേട്ടോ. വയലും മാറൊക്കെ നോക്കി നടത്താൻ ആരാണ്? ഒരു കുമാരനുണ്ട്. കുമാരൻ്റെ ജീവിതം എന്താണ്? ആ ഒരു വയലിലാണ് എന്നോർത്താൽ മതി. കുമാരൻ്റെ ജീവിതം എവിടെയാണ്? ആ വയലിനകത്താണ് എന്നോർത്താൽ വയലാർ അവാർഡ് ജേതാക്കൾ പഠിച്ചു വെച്ചൂടെ. 2021 ബെന്യാമിനാണ്. ബെന്യാമിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 22 ഹരീഷ് മീഷ എന്ന വർക്കിന്. 23 ശ്രീ കുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന വർക്കിനാണ്. പത്മപ്രഭ പുരസ്കാരം നോക്കാം. അപ്പോൾ നമ്മൾ വയലാർ അവാർഡ് പഠിച്ച പോലെ തന്നെ ഇവിടെ എന്താണ്? നമുക്ക് പത്മ എന്നും പ്രഭ എന്നും കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ പ്രഭ നൽകുന്നത് ചന്ദ്രനാണ് എന്നോർത്താൽ 2023 സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തിരുന്നൂടെ. പത്മ പ്ലസ് പ്രഭ, പ്രഭ നൽകുന്നത് ചന്ദ്രനാണ്. അപ്പോൾ 2023 സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. ഇനി പത്മ പ്ലസ് പ്രഭയല്ലേ, അപ്പോൾ പത്മ എന്ന് പറയുമ്പോൾ നമുക്ക് പത്മപ്രിയ കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫിലിം ആക്ട്രസ് ആയിട്ടുള്ള പത്മപ്രിയയെ കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ റഫീഖ് അഹമ്മദ് എന്താണ്? ചലച്ചിത്ര ഗാനരചയിതാവാണ് അല്ലേ. അപ്പോൾ രണ്ടുപേരും ഒന്ന് കണക്ട് ചെയ്ത് വെക്കാമല്ലോ. പത്മപ്രിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഫിലിം ആക്ട്രസ് ആണ്. അപ്പോൾ ഫിലിമായി കണക്റ്റഡ് ആണ് അല്ലേ. ചലച്ചിത്ര ഗാനരചയിതാവായിട്ടുള്ള റഫീഖ് അഹമ്മദിനാണ് 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി നമ്മളെ അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്